അനുമോൾ അനുമോളുടെ വീക്കിലി നോമിനേഷൻസ് വൻ കോമഡി ആയിരുന്നേ. ഇന്നത്തെ നോമിനേഷൻസിൽ ബിഗ് ബോസ് ഒരാളുടെ പേര് വിളിക്കും. അപ്പോൾ വിളിക്കുന്ന സമയത്ത് അവർ എവിടെയാണോ അവിടെ നിന്ന് വേണം നോമിനേറ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും അവരവരുടെ പേര് എക്സ്പെക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അനുമോൾ പറയുന്ന പേരുകളും കാരണങ്ങളും ആരും കേൾക്കരുത് എന്ന് അനുമോൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോൾ ആദ്യം തന്നെ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്ത് പോയി ഇരിക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ മൈജി കോർണറിലാണ് പോയി ഇരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് അനുമോളുടെ പേര് വിളിച്ചപ്പോൾ അനുമോളൊന്ന് ഞെട്ടി. അപ്പോഴാണ് പെട്ടെന്ന് നോമിനേഷൻ പ്രക്രിയയുടെ കാര്യം ഓർമ്മ വന്നതും പിന്നെ രണ്ട് പേരുകൾ പറയുന്നതും. ആദ്യം തന്നെ പറയുന്നത് നെവിൻ്റെ പേരാണ്. നെവിൻ കഴിഞ്ഞ ദിവസം ആ ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് അനുമോളുടെ കയ്യിൽ നിന്ന് ആ ഒരു ഭക്ഷണം തട്ടിപ്പറിക്കാൻ നോക്കിയല്ലോ. ആ ഒരു കാരണമൊക്കെ പറഞ്ഞാണ് മെയിനായിട്ടും നെവിനെ നോമിനേറ്റ് ചെയ്തത്. പിന്നെ നെവിൻ ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ 70 ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനൊക്കെ ബിഗ് ബോസിൽ വന്ന ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു ആളായിട്ട് ഇറങ്ങി പോകാമെന്നുള്ളതാണ്. ഇവൻ ഇവിടെ നിന്നാലും 70 ദിവസമായി, ഇനി ഇവൻ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 100 ദിവസം നിർത്തിയാലും ഇവൻ നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും എവിക്റ്റ് ചെയ്ത് വിടണമെന്ന് പറഞ്ഞാണ് നെവിനെ നോമിനേറ്റ് ചെയ്തത്. ഇങ്ങനെ നെവിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആര്യൻ ഓടി വരുന്നുണ്ട്. ആര്യൻ എങ്ങനെയോ കണ്ടു കേട്ടു അറിഞ്ഞ് അനുമോൾ നോമിനേറ്റ് ചെയ്യുന്ന കാര്യം ഓടി വന്ന് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അത് അനുമോൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇത് എൻ്റെ പ്രൈവറ്റ് സ്പേസ് അല്ലേ, മാറിപ്പോടാന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു വിടാൻ നോക്കുന്നു. പക്ഷേ എനിക്കിവിടെ ഇരിക്കാം, നീ പറഞ്ഞ കേൾക്കണോ എനിക്കെന്ന് പറഞ്ഞാൽ ആര്യൻ അവിടെ തന്നെ ഇരിക്കുന്നു. പിന്നീട് അക്ബറിനെയാണ് രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത്. അക്ബറിന് വേണ്ടി അന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അക്ബർ തന്നെ അനുമോൾ ഫുഡ് കഴിച്ചത് ശരിയായില്ല എന്ന് അക്ബർ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഞാൻ കിച്ചണിൽ നിന്ന് തന്നെ ഇറങ്ങാൻ കാരണം എന്ന് പറഞ്ഞ് അക്ബറിനെ രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അക്ബർ ഉണ്ട് അവിടെ, സാബുമാൻ ഉണ്ട് അവിടെ. ഇവരെല്ലാം ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു. എന്തായാലും വീക്ക്ലി നോമിനേഷൻസ് ഒക്കെ വൻ കോമഡിയാണ്. അനുമോളുടെ ആയിരുന്നു ഏറ്റവും കോമഡി. ആരും കാണാതെ പോയി ഇരുന്നതാണ്, പക്ഷേ എല്ലാവരും അങ്ങോട്ട് വന്നു. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.